നിത്യമോളുടെ ജീവിതം അപകടത്തിലേക്കാ. ഇനിയും താമസിച്ച ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മോളെ തന്നെ നഷ്ടപ്പെടും. അമ്മയില്ലാത്ത കുഞ്ഞാ, എന്തെല്ലാം പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്നതാ ഞാൻ. ഇത്രയും നാൾ നന്നായിട്ട് കഴിയാന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചില്ലേ? ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മകളെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഏട്ടാ വേണ്ട, ഇനി ഒരു നിമിഷം പോലും നിത്യമോൾ അവിടെ നിൽക്കണ്ട. ആ നരകത്തിൽ നിന്ന് ഞാൻ അവളെ കൊണ്ടുപോവാ. ഇപ്പൊ തന്നെ അവളെ വിളിക്കാം. ഈ രാത്രി തന്നെ നമുക്ക് പോകാം. ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാനും എന്റെ മോളും ഇന്ന് വരെ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇന്ന് വരെ ആരോടും മുഷിഞ്ഞൊരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഭഗവാൻ നിശ്ചയിച്ച കൂലി അതാണെങ്കിൽ എന്ത് ദൈവം, എന്ത് പ്രാർത്ഥന. ഏട്ടൻ സമാധാനിക്ക്. നാളെ നേരം എടുത്തിട്ട് നമുക്ക് പോകാം. ഇത് കേട്ടിട്ട് സമാധാനത്തെ കിടന്ന് ഉറങ്ങുന്ന എങ്ങനെയാടാ? എനിക്കെൻ്റെ മോളാ വലുത്. ഇനി മറ്റൊന്നും എനിക്ക് നോക്കാനില്ല. ഞാൻ എൻ്റെ മോളെ വിളിക്കാൻ പോവാ ശിവാനന്ദ. ഞാൻ എൻ്റെ മോളെ വിളിക്കാൻ പോവാ. ഏട്ടാ 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 ഞാനിങ്ങനെ തരുന്നു പോയാ എന്റെ മോളെ തനിച്ചാക്കില്ലടാ. എന്തൊക്കെ പറയുന്ന ഏട്ടാ? എന്ന് എന്റെ മോളെ കൂടി ഉണ്ടാവണം. അവളെ തനിച്ചാക്കുന്നത് എനിക്ക് പോകാൻ സമയമായിടാ. ഏട്ടൻ നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നടാ. ഏട്ടന് എല്ലാവരും ഇഷ്ടം. അങ്ങനെയൊന്നും പറയുന്ന ഏട്ടാ. ഏട്ടാ ഏട്ടാ ഏട്ടാ. നീ എന്താടാ ഇങ്ങനെ നിന്ന് ഇപ്പൊ തന്നെ നിൽക്കുന്നേ? എന്താടാ നീ ഇങ്ങനെ നിൽക്കുന്നേന്ന്? നീ എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അല്ലേട്ടാ, അവിടെ ഇരുന്നപ്പോ ഏട്ടനൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഇറങ്ങിയതാ. ഏട്ടൻ വല്ലതും കഴിച്ചോ? ഇല്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ. നിത്യ വിളിച്ചായിരുന്നു ഏട്ടാ? ആ, കുറച്ചു മുമ്പേ വിളിച്ചിരുന്നു. പെണ്ണാണെങ്കിൽ സംസാരം തന്നെ സംസാരം. കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ ചോദിക്കും. അതങ്ങനെയല്ലേ അച്ഛാ, ഇതിങ്ങനെയല്ലേ അച്ഛാ എന്ന് ചോദിച്ചു. ഞാൻ കുറെ കാര്യങ്ങൾ മറന്നുപോയി. പക്ഷെ അവളൊന്നും മറന്നിട്ടില്ല. ചിരിയോടെ അവളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതേ കൂടുതൽ എന്താടാ എനിക്കിനി വേണ്ടത്? ആ, എന്നും ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. ആ, ഞാൻ കഴിക്കാൻ നിങ്ങൾ വെക്കാം. ശരി. വാ. ഭഗവാനെ, ഈ മനുഷ്യനോട് ഞാൻ എങ്ങനെ ഈ കാര്യമൊക്കെ പറയണ്ട. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എല്ലാം ഉള്ളിൽ ഒതുക്കാം. അവൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. ഏട്ടനോട് പറയണ്ട. എടാ പറടാ.
എടാ എടാ ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാവേ. ഈ പാതിരാത്രിക്ക് ഇവന് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ ഈ നാട്ടുകാർ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കണ്ട. നിത്യ എൻ്റേതാ, വേറെ ഒരുത്തം പോലും അവളെ നോക്കാൻ പാടില്ല. ഇവൻ എന്തൊരു സൈക്കോയാണ് ആ ലെവലാരി. സാധിച്ചെടുത്ത് ഇപ്പം തന്നെ പോയി പറയണം. അത് നല്ല ഉറക്കമായിരുന്നു. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്ന പോലെ തോന്നി. ഇറങ്ങി നോക്കാതെ ശരിയാവില്ലല്ലോ, ഇപ്പോഴത്തെ കാലമല്ലേ. അല്ല, താനെന്താ എണീറ്റ്? ഓ, താനും ശബ്ദം കേട്ടാണോ അല്ലേ? അവരൊക്കെ പോയി, ഇനി കിടക്കാം. പോയ കാര്യം നടന്നോ? പോയ കാര്യം നടന്നോ എന്നാ ഞാൻ ചോദിച്ചേ. നീ എന്തിനെ കുറിച്ച് ചോദിക്കുന്നത്? ഞാൻ സാറുടെ പാർലറിനടുത്തൊന്നും പോയിട്ടില്ല. പാർലറിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്താണല്ലോ പാർലർ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇരുട്ടൊരു അനുഗ്രഹമാണ്. മറ്റാരുടെയും കണ്ണിപ്പെടാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ തുറന്നിരിക്കുന്ന ചില കണ്ണുകളുണ്ട്. ഒരുപാട് മിടുക്കനാണെന്ന് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാ.
ജീവ 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 എന്താ മോളെ? ആന്റിയുടെ മോൻ ഇവിടെ ഇല്ലേ? മോൻ എന്താ കാര്യം? കാര്യം ഞാൻ ജീവൻ വന്നിട്ട് പറഞ്ഞോളാം. മോളാകെ ടെൻഷനിലാണല്ലോ. കാര്യം പറ. അതെ ആന്റി, ഞാൻ കുറച്ച് ടെൻഷനില്ല. ആ ടെൻഷന് കാരണം ജീവനാ. ജീവൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ജീവൻ പുറത്തു പോകുന്നത് ആളുകളെ ബാധിക്കുന്ന രീതിയിലാണെങ്കിലേ അത് വിലക്കേണ്ട ഉത്തരവാദിത്വം ആന്റിക്കും അങ്കിളിനും ഉണ്ട്. കാര്യം എന്താണെന്ന് മാന്യമായിട്ട് ഞാൻ ചോദിച്ചു. അതിന് മറുപടി പറയാതെ ഞങ്ങൾ എന്താ ചെയ്യാ? ജീവ എന്താടി, എന്താ നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? ഇന്നലെ രാത്രി ജീവൻ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. അതോടെ എല്ലാവർക്കും അറിയാലോ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് താൻ എവിടെയായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. അല്ല സാറാ, കാര്യം പറ. കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്റെ സ്വപ്നമായിരുന്നു ഞാൻ തുടങ്ങിയ പാർലർ. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് എന്റെ കുടുംബം എന്ന കണക്കുകൂട്ടല്ല നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചതും ട്രീറ്റ് ചെയ്തതും. പക്ഷേ ഇന്നലെ പാതിരാത്രി നിങ്ങളുടെ മോൻ അവിടെ വന്നിരുന്നു. ഞാൻ അവിടെ വെച്ചിരുന്ന ബോർഡുകളും നിത്യയുടെ ചിത്രങ്ങളും ഒക്കെ ഇവൻ നശിപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ മോളെ? ചോദിച്ചു നോക്ക് ജീവനോട്. ജീവ, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്തുണ്ട്. നിനക്ക് ഭ്രാന്ത് തന്നെയാ. നിത്യയുടെ ചിത്രങ്ങളായിരുന്നു നിന്റെ പ്രശ്നമെങ്കിൽ അത് നീ പറഞ്ഞ പോരെ, അത് ഞാൻ മാറ്റി തരില്ലേ? അല്ലാതെ എന്റെ സ്ഥാപനത്തിന് ഇത്രയും നാശം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? എടി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ദേ, അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി നീ അത് എന്റെ തലയെ കൊണ്ടൊന്നും ഇടണ്ട. മോളെ സാറാ, ദാ, ഇവനോട് ചോദിച്ചു നോക്ക്. ഇവൻ ദൃക്സാക്ഷിയാ. എന്താ മോനെ കാര്യം? ആൻറ്റി, ഞാനൊരു സിനിമ കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. ഒരു ബഹളം കേട്ട ഞാൻ നോക്കിയത്. നോക്കുമ്പോൾ ജീവേട്ടൻ ആ ബോർഡുകളെല്ലാം വലിച്ചേർന്ന് ഞാൻ കണ്ടു. എന്നിട്ട് നീ എന്താ ജീവനോട് അപ്പൊ തന്നെ ചോദിക്കാതിരുന്നത്? എന്തുകൊണ്ട് ആളുകളെ വിളിച്ചു കൂട്ടാതിരുന്നത്? ഇയാളുടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ കണ്ടപ്പോൾ അടുത്തോട്ട് പോകാൻ ഞാൻ പേടിച്ചു. എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. ജീവ,
ഇവർ പറയുന്നത് സത്യമാണോ? നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എടി എടി എടി, നീ ഇതിനു മുമ്പ് എൻ്റെ കുടുംബകാര്യങ്ങൾ അനാവശ്യമായി ഇടപെട്ടിട്ടുണ്ട്. നീ പല രീതിയിൽ എന്നോട് പകപോക്കാൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് നീ ഇവിടെ നിന്നെങ്ങാനും വായിട്ടലിക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ കൊന്നു കളഞ്ഞ്. മാറി നിൽക്കടാ അങ്ങോട്ട്. സാറാ, തെറ്റ് ചെയ്തത് എന്റെ മോൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. അതിന്റെ നഷ്ടം എത്രയാണെന്ന് വെച്ചാ ആന്റി നിനക്ക് തരാം. ഈ നാണക്കേട് ഞാൻ ചുമക്കേണ്ടതാ. പ്രസവിച്ചു പോയില്ല ഞാനിവനെ. സാറേ ഇപ്പൊ പോ. ചുറ്റും നിൽക്കുന്നവരുടെ അവസ്ഥ മനസ്സിലാക്കി ഒന്ന് പോ. നാണല്ലേ നിത്യ നിനക്ക്? നിന്റെ ഭർത്താവിനോട് ഇറങ്ങിപ്പോവാൻ പറയുന്നതേ അവനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ വിളിച്ചു പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാ. എന്ത് കാര്യങ്ങള്? ജീവനെ കുറിച്ച് നിനക്ക് എന്ത് കാര്യങ്ങൾ അറിയാവുന്നത്? വേണ്ട ആന്റി, നിങ്ങളതൊന്നും അറിയണ്ട. അറിയണം. ബ്യൂട്ടി പാർലറിന്റെ ബോർഡുകൾ നശിപ്പിച്ച കാര്യത്തിൽ ജീവൻ തെറ്റുകാരനാണെങ്കിൽ അതിനുള്ള പരിഹാരം ഞാൻ ചെയ്തിരിക്കും. അമ്മേ, മോൾ ഇതിൽ ഇടപെടണ്ട. ജീവനെക്കുറിച്ച് സാറയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും അത് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കണം. പറയാം ആന്റി. ഒരുപക്ഷെ ഞാനീ പറയുന്നത് നിങ്ങളിൽ പലരുടെയും ജീവൻ രക്ഷിക്കുമായിരിക്കും. ഈ വീട്ടിൽ നിത്യ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ആന്റിക്ക് അറിയാമോ? അങ്കിളും ആന്റിയും ജീവിച്ചിരിക്കുന്ന ഇതേ വീട്ടില് ഒരു പെൺകുട്ടിയുടെ മുഴുവൻ സ്വപ്നങ്ങളും ചവിട്ടി അരയ്ക്കപ്പെട്ടു. അതിന് കാരണം ഇവനൊരു ക്രിമിനൽ സൈക്കോ ആയതുകൊണ്ടാ. ഇവന്റെ ക്രൂരതയുടെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഞാൻ. എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ നിൽക്കുന്ന നിങ്ങളുടെ മോൻ. എന്നെ മാത്രമല്ല, കൂടെ പഠിച്ച കാതറിൻ എന്ന പെൺകുട്ടിയെ. ഇയാളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ നിത്യയുടെ ചെറിയച്ഛന്റെ മകനെ എല്ലാവരെയും ഇവൻ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടില്ലേ ജീവൻ എന്നോട് പലപ്പോഴും ദേഷ്യത്തിൽ പെരുമാറുന്നത്? അതിനുള്ള കാരണം എന്താ? ഞാൻ മോഡലിംഗ് ചെയ്യും, ഞാൻ അല്പം ഫാഷനബിൾ ആയിട്ട് നടക്കും. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇയാളുടെ കണക്കിൽ പിഴച്ച പെണ്ണുങ്ങളാ. സ്വന്തം അനുജത്തിയെ, സ്വന്തം ഭാര്യയെ, എന്തിന് ആന്റി പോലും ഇയാൾക്ക് സംശയമാണ്. ഇന്നലെ നിത്യയുടെ ഫോട്ടോസാണ് കുത്തിക്കീറി കളഞ്ഞതെങ്കിൽ നാളെ ഒരു ദിവസം നിത്യ തന്നെ ഇവൻ കുത്തിക്കീറും.